പത്തനംതിട്ടയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഏറത്ത വയല സ്വദേശി സാറാമ്മ ലാസറിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപത്ത് വെച്ചാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എപ്പോഴാണ് സംഭവം? വിഷ്ണു, ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സാറാമ്മ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. രാത്രി വീട്ടുജോലിക്ക് പോയി തിരികെ രാവിലെ വീട്ടിലേക്ക് മടങ്ങി വരും വഴിയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. സാറാമ്മയുടെ വീടിന് 100 മീറ്റർ മാത്രം അകലെ വെച്ച് കാട്ടുപന്നി പിന്നിൽ കൂടി വന്ന് ആക്രമിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ സാറാമ്മയ്ക്ക് തലയ്ക്കും നടുവിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെയും ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ വ്യാപക ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നതാണ്. കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യർക്ക് നേരെ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അക്രമ സ്വഭാവം ഈ മൃഗം കാണിക്കുന്നു തുടങ്ങിയ പരാതികളായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഉയർന്നു വന്നത്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതികളടക്കം ഈ ഭാഗത്തുള്ള ജനങ്ങൾ അധികൃതർക്ക് നൽകുകയും ചെയ്തതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഗുരുതര പരിക്കേറ്റിരിക്കുന്ന ഇവർ ഇപ്പോൾ അടൂർ ജനറൽ ആശുപത്രിയിലാണ്. ഇനി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ആശുപത്രിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. വിഷ്ണു, മിഥുൻ, ഒരുപക്ഷെ ഈ ഒരു പ്രദേശത്ത് നേരത്തെയും ഈ കാട്ടുപന്നി ശല്യം ഉണ്ടെന്നുള്ളൊരു കാര്യം ഉണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പും ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് നിരീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ അവിടെ ഉണ്ടാകുന്നുണ്ടോ? വിഷ്ണു, പത്തനംതിട്ട മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ട്. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ വിഹാരം നടത്തുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നതാണ്. 2 ദിവസം മുമ്പാണ് ചന്ദ്രപ്പള്ളി ഭാഗത്ത് കാട്ടുപന്നി കട ആക്രമിച്ച് ഭീതി സൃഷ്ടിച്ചത്. കടയിലെ ചില്ല് തകർത്ത് കടയ്ക്കുള്ളിൽ കയറി നാശനഷ്ടം വരുത്തുകയായിരുന്നു കാട്ടുപന്നി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായി ഈ ഭാഗങ്ങളിൽ ഏറത്ത്, ചന്ദ്രപ്പള്ളി അടക്കമുള്ള തണ്ണിത്തോട് അടക്കമുള്ള മറ്റു ഭാഗങ്ങളിലെല്ലാം വ്യാപകമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യ ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് വിഹാരം നടത്തുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വീട്ടുമുറ്റത്തെല്ലാം കാട്ടുപന്നികൾ നിലയുറപ്പിക്കുന്നു, വിഹാരം നടത്തുന്നു. കാട്ടുപന്നി, കാട്ടുപോത്ത് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപ ഭാഗങ്ങളിലൊക്കെ കാട്ടുപോത്തുകൾ നിലയുറപ്പിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഇതിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതികൾ നൽകുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. പക്ഷെ അതിനൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരമായ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളതാണ്. കാട്ടുപന്നികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടുമുറ്റത്തും വഴിയരികിലുമെല്ലാം വിഹാരം നടത്തുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം നിലയുറപ്പിക്കുന്നു. അത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക്, അപകടം ഉണ്ടാക്കി വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക. ആ ആശങ്കയുടെ ഒരു ഉദാഹരണമായിട്ട് മാറുകയാണ് ഇന്ന് ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്ന ഈ കാട്ടുപന്നിയുടെ ആക്രമണം. അത് വീടിന് 100 മീറ്റർ മാത്രം അകലെ വെച്ചാണ് ഈ വയല സ്വദേശി സാറാമ്മ ലാസറിനെ കാട്ടുപന്നി ആക്രമിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് 100 മീറ്റർ അകലെ വെച്ച് കാട്ടുപന്നി പുറകിൽ കൂടി വന്ന് ആക്രമിക്കുകയായിരുന്നു. സാറാമ്മയെ മറിച്ചിടുകയായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ വീടിനോട് ചേർന്ന ഭാഗങ്ങളിൽ, വന പ്രദേശത്തോട് ചേർന്ന ഭാഗങ്ങളിൽ മാത്രമല്ല, വീടിനോട് ചേർന്ന ഭാഗങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട ടൗണിലേക്ക് അടക്കം ഈ കാട്ടുപന്നികൾ ഇറങ്ങി വരുന്നു. കാട്ടുപന്നി, കാട്ടുപോത്ത്, കുരങ്ങ്, മലയണ്ണാൻ തുടങ്ങി വിവിധ പക്ഷിമൃഗാദികൾ, ഈ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. ഒപ്പം മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഈ പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ നിന്നടക്കം ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പരാതിയായി, ആശങ്കയായി നിലനിൽക്കുന്നത്. വിഷ്ണു, ശരി. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.